إنما أمرهم إلى الله ثم ينبئهم بما كانوا يفعلون. നമ്മുടെ ഇമാമായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹുവിന്റെ ഖബർ ഷരീഫിന്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ആദ്യമായി കഅബാലയം കാണുമ്പോൾ ഒരു വൈകാരിക തലമുണ്ടല്ലോ. ബാല്യകാലം മുതൽ നമ്മളൊരു ദിശയിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കുന്നത്. വിശുദ്ധമായ കഅബാലയം ജീവിതത്തിൽ ആദ്യമായി അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു നവ്യാനുഭൂതി, ഒരു വൈകാരികത, ഒരു മാനസികമായ അഭിനിവേശം നമ്മുടെ ഇരു കണ്ണുകളും നിറയാറുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദാ ഷരീഫ് കാണുമ്പോൾ നമുക്ക് അത്തരത്തിലൊരു വൈകാരികതയാണ്. എന്നതുപോലെ ബാല്യകാലം മുതൽ നമ്മൾ നമ്മുടെ ഇമാമ് എന്ന് പറയുകയും കേൾക്കുകയും ചെയ്ത ഇമാമുന ഷാഫിഈ റളിയല്ലാഹുവിന്റെ നമ്മുടെ ഇമാമിന്റെ തിരുസന്നിധിയിലാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും ഇവിടെയൊക്കെ വരാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഖുദ്സിൽ 1000 തവണ സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. എല്ലാവരുടെയും എല്ലാ തരത്തിലുമുള്ള ഹലാലായ മുറാദുകളും അല്ലാഹു തആല സാധ്യമാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പള്ളിയിൽ വന്നപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളിൽ നിന്ന് നാട് നീങ്ങുന്ന ഒരു മാതൃകാപരമായ ഒരു പ്രവൃത്തി നമ്മുടെ പള്ളിയിലൊക്കെ ഭൂതകാലത്തുണ്ടായിരുന്നു. നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പള്ളിയിലിരുന്ന് അനാവശ്യമായ വർത്താനം, രാഷ്ട്രീയം, നാട്ടിലെ പലതരത്തിലുള്ള പല ആംഗിലുള്ള ചർച്ചകളൊക്കെ നടത്തുന്ന ഒരു ഇടമായി നമ്മുടെ പള്ളി മാറുമ്പോൾ ഇന്നും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആ പരിശുദ്ധമായ ഇസ്ലാം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത നമ്മുടെ ഇമാമിയങ്ങൾ, നമ്മുടെ സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ, അവർ നടന്നു നീങ്ങിയ ആ വഴിത്താരകൾ, അവർ നടന്നുപോയ ഭൂതകാലത്തിൽ അവർ നടന്നുപോയ ആ വഴികളിലെല്ലാം അവരടയാളപ്പെടുത്തി പോയത് മറ്റുള്ളവർ ആ പാതയം പിൻപറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിന്ന് ഇവിടുത്തെ പള്ളിയിൽ കയറിയപ്പം വളരെ പ്രായം ചെന്ന ആളുകളൊക്കെ മാത്സര്യത്തോടുകൂടി വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. പരസ്പരം മറ്റു വർത്തമാനങ്ങളൊന്നും ഇല്ലാതെ വിശുദ്ധമായ ഖുർആൻ ആസ്വദിച്ചോതുന്നു, ആ ഖുർആൻ വിശദീകരിക്കുന്നു. ഓരോ ആളുകളും വിശുദ്ധമായ ഖുർആന്റെ ഒരു ഭാഗം ഓതുന്നു, അതിലെന്തെങ്കിലും സ്ഖലിതങ്ങൾ ഉണ്ട് എങ്കിൽ മറ്റൊരാൾ തിരുത്തി കൊടുക്കുന്നു. അങ്ങനെ പരസ്പരം മനപ്പാടമുള്ളവർ അന്യോന്യം ഓതി കേൾപ്പിക്കുന്നു. അത്ര മനോഹരമാണല്ലേ. ഒരു ഭൗതിക സംസാരങ്ങളില്ല, വർത്തമാനകാല രാഷ്ട്രീയ ചർച്ചകളൊന്നുമില്ല. അവർക്ക് സംസാരിക്കാനും അവർക്ക് ചർച്ച ചെയ്യാനും ഒക്കെ ഉള്ളത് അള്ളാഹുവിനെ കുറിച്ചാണ്, അള്ളാഹുവിന്റെ വചനങ്ങളെ കുറിച്ചാണ്. അള്ളാഹു നമുക്ക് ഈമാനോട് കൂടിയുള്ള ജീവിതവും ഈമാനോട് കൂടിയുള്ള മൗത്തും അള്ളാഹു സാധ്യമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. قل انتظروا إنا منتظرون إن الذين فرقوا دينهم وكانوا شيعا لست منهم في شيء إنما أمرهم إلى الله ثم ينبئهم بما كانوا يفعلون من جاء بالحسنة فله 10 أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين